ഒരു വശത്തെ ഏഴരശനി സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കുമ്പോൾ മറുവശത്തെ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 5-ാം ഭാവ വ്യാഴം കുംഭക്കൂറുകാർക്ക് വമ്പൻ ഭാഗ്യങ്ങൾ നൽകാൻ കാത്തുനിൽക്കുകയാണ്. അതേസമയം ജന്മരാശിയിലെ രാഹു ദോഷം ചെയ്യുമോ എന്നും 7-ലെ കേതു കാരണം ജീവിത പങ്കാളിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. ശനി ഇപ്പോൾ 2-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ഈ കാലയളവിൽ ദേഷ്യം വന്ന് സംസാരിക്കുന്നത് കുടുംബത്തിലും ജോലിസ്ഥലത്തും ശത്രുക്കളെ ഉണ്ടാക്കും. പണവരവ് ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിത ആവശ്യങ്ങൾക്കായി പണം ചെലവാക്കേണ്ടിയും വരും. അതേസമയം ജൂൺ 1 വരെ 5-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ലഭിക്കും. ഷെയർ മാർക്കറ്റ്, ട്രേഡിംഗ് എന്നിവയിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. ജൂൺ 2-ന് വ്യാഴം കർക്കിടകത്തിലേക്ക് മാറുന്നതോടെ ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ അധികരിക്കും, വിശ്രമം കുറയും, ശത്രുക്കൾ തലപൊക്കും. അതേസമയം ലോണുകൾ എളുപ്പത്തിൽ ലഭ്യമാകും. ഡിസംബർ 5 വരെ രാഹു ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരും. 7-ലെ കേതു കാരണം ജീവിത പങ്കാളിയുമായി പ്രശ്നങ്ങളുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് 2026-ന്റെ ആദ്യ പകുതി ഏറ്റവും മികച്ച സമയമാണ്. ക്രിയേറ്റീവായ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് വലിയ അംഗീകാരങ്ങൾ ലഭിക്കും. ജൂൺ 2-ന് വ്യാഴം 6-ാം ഭാവത്തിലേക്ക് മാറുന്നത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമാണ്. ജോലിയിലുള്ളവർക്ക് ജനുവരി മുതൽ ജൂൺ വരെയുള്ള സമയം അനുകൂലമാണ്. നിങ്ങളുടെ ക്രിയേറ്റീവായ ഐഡിയകൾക്ക് ഓഫീസിൽ അംഗീകാരം ലഭിക്കും. ജൂൺ 2-ന് ശേഷം ജോലി ഭാരം അധികരിക്കും. സഹപ്രവർത്തകർ നിങ്ങളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനായി ശ്രമിക്കും. 2-ൽ ശനി നിൽക്കുന്നതിനാൽ മേലുദ്യോഗസ്ഥരോട് തർക്കിക്കാൻ നിൽക്കരുത്. സാമ്പത്തികപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ 2-ാം ഭാവ ശനി ധനതടസ്സമുണ്ടാക്കില്ല എങ്കിലും ധനനഷ്ടമുണ്ടാക്കും. ജൂൺ 1 വരെ ലോട്ടറി, ചിട്ടി അല്ലെങ്കിൽ മക്കളുടെ പേരിൽ നടത്തുന്ന നിക്ഷേപങ്ങൾ എന്നിവയിൽ നിന്ന് സാമ്പത്തിക ലാഭം ലഭിക്കും. ജന്മരാശിയിൽ രാഹു നിൽക്കുന്നതിനാൽ ആഡംബരത്തിനു വേണ്ടി പണം ദൂർത്തടിക്കാനുള്ള പ്രവണത കൂടും. അത് നിയന്ത്രിച്ചില്ലെങ്കിൽ വർഷാവസാനം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇനി പ്രണയം, കുടുംബം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ഇവിടെയാണ് കുംഭക്കൂറുകാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. 7-ലെ കേതു കാരണം ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ തെറ്റിദ്ധാരണകൾ വരും. ജൂൺ മാസം വരെ പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ചിലർക്ക് പ്രണയവിവാഹം നടക്കും. ജൂൺ മാസം മുതൽ കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ വാക്കുതർക്കങ്ങൾ വലിയ വഴക്കിലേക്ക് പോകാതെ ശ്രദ്ധിക്കണം. 2026-ൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുംഭക്കൂറുകാർ ജാഗ്രത പാലിക്കേണ്ടതാണ്. ജന്മരാഹു കാരണം തലവേദന, അലർജി, ഉറക്കക്കുറവ് എന്നിവ ഉണ്ടാകും. ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഫാറ്റി ലിവറും വരാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഏഴരശനിയുടെ അവസാന ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന കുംഭക്കൂറുകാർക്ക് 2026 ഒരു ആശ്വാസ വർഷമാണ്. 2026-ന്റെ ആദ്യ പകുതിയിലെ വ്യാഴത്തിന്റെ ആനുകൂല്യം പരമാവധി മുതലെടുത്താൽ ഈ വർഷം മികച്ചതായി മാറ്റാൻ സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.